കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള സർക്കാർ നീക്കവും LDFിൽ വേണ്ടത്ര ചർച്ചയോ നയപരമായ തീരുമാനമോ ഇല്ലാതെയെന്നാണ് വിമർശനം. ഈ വിഷയത്തിൽ LDFിൽ ആലോചന നടന്നെന്നും തീരുമാനമെടുത്തെന്നും കൺവീനറായ TP രാമകൃഷ്ണൻ പറയുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച പരാമർശം മാത്രമാണ് ഏതാനും മാസം മുൻപ് നടന്നതെന്ന മുന്നണി യോഗത്തിൽ ഉണ്ടായതെന്നും ചർച്ചയോ തീരുമാനമോ ഉണ്ടായിട്ടില്ല എന്നും ഘടകകക്ഷികൾ വ്യക്തമാക്കുകയാണ്. ഫലത്തിൽ ഏലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കാൻ അനുമതി നൽകിയതുപോലെ തന്നെ കിഫ്ബി ടോളിനും ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തി തന്നെയാണ് CPM നേതൃത്വത്തിന്റെ നീക്കമെന്നത് ഇതോടെ വ്യക്തമായി. എങ്കിലും ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് ഘടകകക്ഷികൾ തയ്യാറല്ല. മുന്നണിയിലെ തിരുത്തൽ ശക്തിയാക്കാൻ ആഗ്രഹിക്കുന്ന CPIയും മൗനത്തിൽ തന്നെയാണ്. പ്രതികരിക്കാനില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വവും പറയുന്നുണ്ട്. വിഷയം ചർച്ച ചെയ്തോ എന്ന് ഓർമ്മയില്ല എന്നാണ് മുൻ മന്ത്രിയായ ആന്റണി രാജുവിന്റെ പ്രതികരണം. കേന്ദ്ര സർക്കാർ കേരളത്തിന് ആവശ്യമായ ധനസഹായം നൽകാത്തതിനെതിരായ പ്രക്ഷോഭം ചർച്ച ചെയ്യാനായി ചേർന്ന LDF യോഗത്തിലാണ് കിഫ്ബി ബാധ്യത പരാമർശിക്കപ്പെട്ടത്. കിഫ്ബി വായ്പകളുടെ ബാധ്യത കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് എന്നും അതിനാൽ തന്നെ കിഫ്ബി പദ്ധതികളിൽ നിന്നും വരുമാനം കണ്ടെത്തുന്നത് ഭാവിയിൽ പരിഗണിക്കേണ്ടി വരുമെന്നുമായിരുന്നു CPM നേതൃത്വത്തിൽ നിന്നുള്ള പരാമർശം. പെട്ടെന്ന് തീരുമാനം ആവശ്യമില്ലാത്ത വിഷയമായതിനാൽ തന്നെ അതിൽ ചർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഘടകകക്ഷി നേതാക്കൾ നൽകുന്ന വിവരം. എന്നാൽ അതേസമയം തന്നെ കിഫ്ബി ടോൾ പിരിവ് സംബന്ധിച്ച് LDF യോഗത്തിൽ നിർദ്ദേശം വെച്ചത് മുഖ്യമന്ത്രിയാണ്. മാസങ്ങൾക്ക് മുൻപുള്ള LDF യോഗത്തിലാണ് മുഖ്യമന്ത്രി നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതും. കേന്ദ്രം സാമ്പത്തികമായ ഞെരുക്കം കേരളത്തിനോട് കാണിക്കുന്നുവെന്നും ആവശ്യമായ സഹായം നൽകുന്നില്ല എന്നും കിഫ്ബി വഴി എടുത്ത വായ്പ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ ഭാഗമായി മാറ്റുന്നുവെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞിരുന്നു. ഇതോടെ തന്നെ കിഫ്ബി വഴി പണമെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറിയെന്നും ഈ പശ്ചാത്തലത്തിൽ കിഫ്ബി വഴി നിർമ്മിക്കുന്ന സംവിധാനങ്ങൾ വഴി പണം കണ്ടെത്താനുള്ള ശുപാർശ കിഫ്ബിയുടെ ഭാഗത്തു നിന്നും വന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു. ഇതിനുള്ള ആലോചനകൾ നടക്കുന്നതെന്നും അന്തിമ തീരുമാനമാകുമ്പോൾ അറിയിക്കാമെന്നുമായിരുന്നു മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നത്. യോഗത്തിൽ ഘടകകക്ഷികൾ ആരും എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നും CPM അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ കിഫ്ബിക്ക് വരുമാനം ഉറപ്പാക്കാനായി ടോൾ പിരിക്കില്ല എന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് നിയമസഭയിൽ നൽകിയ ഉറപ്പിന് വിരുദ്ധമായാണ് ഇപ്പോഴത്തെ നീക്കം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സംസ്ഥാനത്ത് ടോൾ പിരിവ് നിർത്തലാക്കുന്നതിന് തുടക്കമിട്ടത്. ഒന്നാം പിണറായി സർക്കാരിലെ മുഖ്യമന്ത്രി G. സുധാകരൻ ടോൾ പൂർണ്ണമായി നിർത്തുകയും ചെയ്തു. ഇതെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ നീക്കം. ദേശീയപാതയ്ക്ക് സമാനമായ ദീർഘദൂര റോഡുകളിൽ മാത്രം ടോൾ പിരിക്കാമെന്നാണ് പഠന റിപ്പോർട്ടിലെ നിർദ്ദേശം. പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം ഏതെങ്കിലും ഒരു റോഡിൽ നടപ്പാക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. നിരക്ക് ദേശീയപാതയിലേതിനേക്കാൾ കുറവായിരിക്കും. നിലവിൽ നിർമ്മിക്കുന്ന റോഡുകളിൽ മതിയോ അതോ നേരത്തെ പൂർത്തിയാക്കിയവയിലും വേണോ എന്നൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് കിഫ്ബി അധികൃതർ അറിയിച്ചത്. ഏതൊക്കെ റോഡുകൾ വേണമെന്നത് സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും പറയുന്നുണ്ട്. ദേശീയപാതകളിലേതുപോലെ തന്നെ കിഫ്ബി റോഡുകളിലും ടോൾ പിരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഇടത് നയത്തിന് വിരുദ്ധവും തന്നെയാണ്. ദേശീയപാതകളിലെ ടോൾ പിരിവിനെ അതിരൂക്ഷമായി വിമർശിച്ച പാർട്ടിയാണ് CPM. മഹാരാഷ്ട്രയിലും മറ്റും ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ദേശീയപാത വികസനത്തിനുള്ള ചർച്ചകൾ തുടങ്ങിയ വേളയിലും ടോൾ പിരിവിനെ CPM എതിർത്തിരുന്നു. ഇതിനെല്ലാം പുറമെ ഒന്നാം പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന G. സുധാകരൻ സംസ്ഥാന പാതകളിൽ ടോൾ വേണ്ട എന്നും തീരുമാനിച്ചു. ഇങ്ങനെ ഏറെക്കാലമായി CPM പിന്തുടരുന്ന നയത്തിലാണ് ഇപ്പോഴത്തെ പൊളിച്ചെഴുത്ത് വരുന്നത്. 2019 ജൂൺ 14 നിയമസഭയിൽ കിഫ്ബി നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്ന് വരുമാനം ലഭ്യമാക്കാൻ യൂസർ ഫീയോ ടോളോ പിരിക്കുന്ന കാര്യം ആലോചനയിലുണ്ടായോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയായിരുന്നു ധനമന്ത്രി തോമസ് ഐസക്കിന്റെ മറുപടി. ടോൾ പിരിവ് ഉൾപ്പെടുത്തിയുള്ള വരുമാന മാർഗങ്ങളാവാമെന്ന് കിഫ്ബി നിയമം അനുശാസിക്കുന്നുണ്ട് എങ്കിലും CPMന്റെ പ്രഖ്യാപിത നയമനുസരിച്ചായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക്കിന്റെ മറുപടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ടോൾ പിരിവിനെതിരെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് CPM പോളിറ്റ് ബ്യൂറോ പ്രസ്താവന പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ റോഡ് ടോൾ ടാക്സ് 5% കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചെന്നും ജനങ്ങളുടെ യാത്രാ ചെലവിന് പുറമെ നിത്യോപയോഗ സാധനങ്ങൾക്കും വില കൂടുമെന്നും വിമർശിച്ചു. 2024 ജൂൺ 3 ഈ പ്രസ്താവനയുണ്ടായത്. ഈ നിലപാടുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സർക്കാരിന്റെ ഈ നയമാറ്റം. 50 കോടിയിലേറെ മുതൽ മുടക്കി നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള സാധ്യതാ പഠനം നടത്തുകയാണ് കിഫ്ബി. വരുമാന മാർഗമുണ്ടാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവാനാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലുള്ള ഉന്നതതല യോഗത്തിന്റെ അനുമതിയും.